നമുക്ക് 1.25 ചോദ്യം എന്തെങ്കിലും അഴിച്ചു കൊടുക്കാം. 1.25 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ലോണേ നമുക്ക് 1.5 ലക്ഷം ലോൺ ചെയ്യാം. അതിന് അറൗണ്ട് ഒരു 1.10% ലോണും ചെയ്യാം. നമുക്ക് ഫൈനൽ 95 രൂപ. 95 രൂപ നെഗോഷ്യബിൾ ആയിരിക്കും. ചെറുതായിട്ട്. വണ്ടി ഏറ്റവും ടോപ്പ് ആൻഡ് ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? 62 കിലോമീറ്റർ. ഒരു 14 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ജെനുവിൻ കിലോമീറ്റർ ആണോ ബ്രോ? ജെനുവിൻ കിലോമീറ്റർ. 45,000 കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയല്ലേ ഇത്? അല്ലല്ല, അത് വേറെ. അത് ഇംഹോക്ക് 2013 ഉണ്ട്. 2012 ഈഗിൾ എഞ്ചിനാണ്. ഇത് 12 ആണ്. അടുത്ത വണ്ടി ഈക്കോ. ഈ വാഹനം 2023-24 രജിസ്ട്രേഷൻ ആണ്. ഇത് 2022 മോഡൽ 8ാം മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. വെറും 14 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. VXC വേരിയന്റ് ആണ്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനങ്ങനെ OLX കാർസ് എടുത്തിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ റോജംബ്രോൻ്റെ വീട്ടിലോട്ട് സ്വാഗതം. താങ്ക് യു. അപ്പം അത്യാവശ്യം നല്ല വണ്ടികൾ ആവശ്യം വന്നിട്ടുണ്ടല്ലേ? അത്യാവശ്യം ബഡ്ജറ്റ് സെഗ്മെന്റും മിഡിൽ സെഗ്മെന്റും പ്രീമിയം സെഗ്മെന്റും എല്ലാം വരുന്നുണ്ട്. അതേപോലെ ഇവിടെ വണ്ടിക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്. നിങ്ങളിപ്പം 2016 വാറണ്ടി കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം നെയ്യാറ്റിൻകര താന്നിമൂട്, അമരവള താന്നിമൂട് ലൊക്കേഷൻ കറക്റ്റായിട്ട് വരുന്നത്. അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാറണ്ടി ലോൺ സ്റ്റാർട്ട് ചെയ്യുന്ന വർഷം മുതൽ 2011 ലാസ്റ്റ് മുതൽ 11 ചെയ്യാൻ പറ്റും. 11 ലാസ്റ്റ് മുതൽ ചെയ്യാൻ പറ്റും. 12, 11 ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം അവരുടെ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട്. നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ അപ്പോൾ ഇവിടെ ഫസ്റ്റ് വണ്ടി ഓട്ടോ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? തീർച്ചയായിട്ടും. എങ്ങനെ ഡീറ്റെയിൽസ് ആയിരുന്നു? ഈ വാഹനം 2012 മോഡൽ LXi ആണ്. 12 LXi. ഓക്കെ, ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സെക്കൻഡോ തേർഡ് ഓണർഷിപ്പ് ആണ്. 62 കിലോമീറ്റർ ഇത്ര ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ബോഡിയും കുഴപ്പമില്ല, ബ്ലൂ ആണ് കേട്ടോ കളർ. അതെ, വേറെ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഇന്റീരിയർ കണ്ടീഷൻ സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. AC എല്ലാം വർക്ക് ചെയ്യാം. ഓക്കെ, ടയറും പുത്തൻ ടയറുണ്ട്. പുത്തൻ ടയറുണ്ട്. സീറ്റും ടയർ എടുപ്പുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നമില്ല. അപ്പോൾ ഓൾട്ടോ 2012 LXi ഇത്രയും കൊടുക്കാം. നമുക്ക് 1.25 ചോദ്യം എന്തെങ്കിലും അഴിച്ചു കൊടുക്കാം. 1.25 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ലോണേ നമുക്ക് 1.5 ലക്ഷം ലോൺ ചെയ്യാം. അതിന് അറൗണ്ട് ഒരു 1.10% ലോണും ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു പൈസ ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാം. സുഖമായിട്ട്, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ അടുത്ത വണ്ടി വാഗണർ. ഈ വാഹനം 2016 മോഡൽ LXi ആണ്. 45,000 കിലോമീറ്റർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ്മെന്റ് കാര്യമില്ല. വണ്ടിയെല്ലാം ക്വാളിറ്റി ഉണ്ട്. ബോഡിയൊക്കെ നീറ്റ് അല്ലേ? ബോഡിൽ നീറ്റ്. ടയറിൽ അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. സ്ക്രാച്ച് ഔട്ടിന്റെ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ടയർ കണ്ടീഷൻ ഒരു 80% ടയർ ഉണ്ടല്ലേ? LXi വേരിയന്റ് ആണ്. പക്ഷേ വണ്ടി നീറ്റ് ആണ്. നല്ല നീറ്റ് വണ്ടി. അതിന്റെ ഒറിജിനാലിറ്റി ഉണ്ട്. ഡെന്റ് ഒന്നും കാണുന്നില്ല. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. നീറ്റ് ഇരിപ്പുണ്ട്. അതിനകത്ത് സ്റ്റീരിയോ ഇരിപ്പുണ്ട്. 2 ഡോർ പവർ ഉണ്ട്. AC പവർ സ്റ്റിയറിംഗ്. ഇവിടെ വേറെ ആക്ഷൻ ഹിസ്റ്ററി റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആ വണ്ടിയുടെ ഒറിജിനാലിറ്റി അങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഇതിൻ്റെ വില വരുന്നത്? നമ്മൾ 3.5 പ്രതീക്ഷിക്കുന്നത് നെഗോഷ്യബിൾ ആണ്. ഇത് നമുക്ക് ലോണിന് ഇറങ്ങുന്ന ഒരു 3-3.5 ലോണിന് ചെയ്യാൻ പറ്റും. അപ്പോൾ റോജംബ്രോ അടുത്ത വണ്ടി KUV 100 കുറച്ച് റയർ ആണല്ലേ കിട്ടാൻ? വണ്ടി ഏറ്റവും ടോപ്പ് ആൻഡ് ഡീസലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, കിലോമീറ്റർ എത്രയായി? 62 കിലോമീറ്റർ. ഇത്ര ഓടിയിട്ടുള്ളൂ. പക്കാല ക്വാളിറ്റി വണ്ടി. ഓക്കെ, KUV നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണല്ലേ? അറൗണ്ട് എനിക്ക് 25 മേലെ മൈലേജ് കിട്ടും വണ്ടി. അതുമല്ല ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് 360 ഡിഗ്രി ക്യാമറ ഉൾപ്പെടെ ഉണ്ട്. ആലോചിച്ചുണ്ട്. ടയർ എന്നാലും പുത്തൻ ടയർ ഉണ്ടല്ലേ? അതെ, 360 ഡിഗ്രി ക്യാമറ ഉൾപ്പെടെ ഉണ്ട് ഈ വണ്ടിയിൽ. അത് ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഇത് 5 സീറ്റ് വണ്ടിയിൽ വേണമെങ്കിൽ 6 സീറ്റായിട്ട് ഉപയോഗിക്കാം. സെന്റർ കൺസോൾ നമുക്ക് മടക്കി വെച്ച് കാരണം വണ്ടി സീറ്റ് വർക്ക് ചെയ്ത് വൃത്തി ഇരിപ്പുണ്ടല്ലേ? പക്ക പുതിയ വണ്ടിയുടെ അതേ കണക്ക് നല്ല സൂക്ഷിച്ചിട്ടുണ്ട്. ആൻഡ്രോയിഡ് സീറ്റ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ടോപ്പ് വണ്ടി, ഏറ്റവും ടോപ്പ് വണ്ടി. നോക്കിയത് അടിയിൽ 4 ക്യാമറ എല്ലാം വരുന്നുണ്ട്. ക്യാമറ വെച്ചിട്ടുണ്ടല്ലേ? ഫ്രണ്ടിലെ ബാഗ് എല്ലാം 360 ക്യാമറ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. 68 കിലോമീറ്റർ. ഡീസൽ വണ്ടി. നല്ല മൈലേജ് 20 മേളിൽ 25 മൈലേജ് എന്തായാലും കിട്ടും. 25 മോൾ ഉറപ്പാണ് കിട്ടും. വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? നമുക്കൊരു 3.85 കൊടുക്കാം. 3.85 ചോദ്യം നെഗോഷ്യബിൾ അല്ലേ? ഫിനാൻസ് എത്ര കയറും? 3-3.5 വരെയൊക്കെ നോക്കാം. അപ്പോൾ അടുത്ത വണ്ടി റേറ്റ്സ്. ഈ വാഹനം 2010 സിംഗിൾ ഓണർഷിപ്പ് 69,000 കിലോമീറ്റർ. പെട്രോൾ VXi വണ്ടി. ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി. ഓക്കെ, ഇനി ഒരു 4.25 വർഷം പേപ്പർ ഉണ്ടല്ലേ? അതെ. ഓക്കെ, റീപ്ലേസ്മെന്റ് നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് 69 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല. VXi വണ്ടി അല്ലേ? വണ്ടി. ബോഡിയൊക്കെ നീറ്റ് ആണ് കേട്ടോ. ABS വരുന്ന വണ്ടിയാണ്. ടയർ കണ്ടീഷൻ ഒരു 60% ടയറൊക്കെ ഉണ്ട്. VXi ആകുമ്പോഴത്തേക്കും അതിനകത്ത് ടാക്കോമീറ്റർ വരുന്നുണ്ട്. 4 ഡോർ പവറിന്റെ പോർഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ റിഡ്സ് പക്ഷേ സ്വിഫ്റ്റിനെക്കാളും ഓടിക്കാൻ റിഡ്സ് ആണല്ലേ? നല്ല റൈഡിംഗ് ഗിയർ നോബ് അത് മുകളിൽ പെർഫോമൻസ് വ്യത്യാസമുണ്ട്. അതെ. അപ്പോൾ ഇതെങ്ങനെ പ്രൈസ്? നമുക്ക് 2.25 കൊടുക്കാം. 2.25 നെഗോഷ്യബിൾ ആണോ? ചെറുതായിട്ട് നെഗോഷ്യബിൾ ആണ്.
റോജർ അടുത്ത വണ്ടി ഹ്യുണ്ടായി ഗ്രാൻഡ് ഐറ്റൺ. ഇത് 2018 മോഡലാണ്. 2018 മോഡൽ, സിംഗിൾ ഓണർ, 40,000 കിലോമീറ്റർ. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ. മാനുവൽ അല്ലേ? മാനുവൽ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ എത്രയായി? സിംഗിൾ ഓണർഷിപ്പ് 43,000 കിലോമീറ്റർ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസിനാണല്ലോ? ചെക്ക് ചെയ്തില്ല, കമ്പനി സർവീസ് ആയി. പാർക്കൻ സെയിലാണല്ലേ? സ്പോർട്സ് ആണ് വേരിയന്റ് അല്ലേ? ഏതാ? സ്പോർട്സ് ആണ് സ്പോർട്സ് വേരിയന്റ്. ഓക്കെ. വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളൊന്നും കാണുന്നില്ല, ഡെൻ്റൊന്നുമില്ല. ഇന്ത്യൻ കണ്ടീഷൻ, സീറ്റ് ഫാബ്രിക് ആണ്. ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, എയർ ബാഗ് വരുന്നുണ്ട്, 4x4 പോർച്ചും കാര്യങ്ങളും വരുന്നുണ്ട്. ഓക്കെ. അപ്പം ഗ്രാൻഡ് ഐറ്റൺ വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്കൊരു 435 കൊടുക്കാം. 435 ഫുൾ ഓൺ കിട്ടും. ഈ പ്രൈസിന് ആവശ്യമുള്ളതാണോ? അപ്പോൾ അടുത്ത വേണ്ടി ഹ്യുണ്ടായി ഐറ്റൺ. ഈ വാഹനം 2013 വാഹനമാണ്. ഒരു 14 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ജെനുവിൻ കിലോമീറ്റർ ആണോ ബ്രോ? ജെനുവിൻ കിലോമീറ്റർ. സ്റ്റെപ്പിന് കാണിച്ചു തരാം. സ്റ്റെപ്പിന് ഉപയോഗിച്ചിട്ടില്ല. ആണോ? സ്റ്റെപ്പിനൊക്കെ ഉപയോഗിക്കാത്ത വണ്ടിയാ. കണ്ടോ? അങ്ങനെ ഇരിപ്പുണ്ടല്ലേ? ഓക്കെ. ഓട്ടം കുറവാണ്. ഓക്കെ. സിംഗിൾ ഓണർ, നല്ല ക്വാളിറ്റി വണ്ടി. IRD2 ആണല്ലേ എഞ്ചിൻ വരുന്നത്? അതെ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ തന്നെയല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ എങ്ങനെ ഐറ്റൺ? ലോക്കൽ 215 കൊടുക്കാം. 215. 2 വരെ ലോൺ കയറും. ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. അപ്പോൾ റോജൻ ബ്രോ, നമ്മൾ അടുത്ത വണ്ടി സൈലോ, പക്ഷെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച വണ്ടിയല്ലേ ഇത്? അല്ല, അത് വേറെ. അത് എംഹോക്ക് 2013 ഉണ്ട്. 2012 ഈഗിൾ എഞ്ചിനാണ്. ഇത് 12 ആണ്. ഓക്കെ. 12 സെക്കൻഡ് ഓണർഷിപ്പ്. 133 ഓടിയിട്ടുണ്ട്. 133 ഓടിയിട്ടുണ്ട്. പക്ഷെ മറ്റു വണ്ടി ലോ കിലോമീറ്റർ ആയിരുന്നല്ലേ? അത് ലോ കിലോമീറ്റർ. അത് സിംഗിൾ ഓണർ, കമ്പനി സർവീസ്. ഓക്കെ. ഇത് സർവീസ് കമ്പനി തന്നെ, കമ്പനി മിക്സ് ആണ് ചെയ്തിട്ടുള്ളത്. വണ്ടി കൊള്ളാം. കുഴപ്പമില്ല. എഞ്ചിൻ കണ്ടീഷൻ എംഹോക്ക് എഞ്ചിൻ, ഈഗിൾ എഞ്ചിൻ. മറ്റേ എംഹോക്ക് അല്ലേ ഡിമാൻഡ് കൂടുതൽ? ഓക്കെ. പക്ഷെ ബഡ്ജറ്റ് നോക്കുന്നത് ഇത് ബെറ്റർ വണ്ടിയാണ്. ബഡ്ജറ്റ് വൈസ് കുറവാണല്ലേ? ഓക്കെ. വണ്ടിയുടെ ഇഞ്ചിൻ കണ്ടീഷൻ ഒരു വ്യത്യാസമുണ്ട്. അത് തമ്മിൽ മറ്റേ മറ്റേ ഹൈ ക്വാളിറ്റി വണ്ടിയായിരുന്നല്ലേ? ഇതിന് ടയറൊക്കെ നല്ല കണ്ടീഷൻ. ഫ്രണ്ടിന് പുത്തൻ ടയർ, ബാക്ക് ആവറേജ് ആണ്. വണ്ടി എഞ്ചിൻ കണ്ടീഷൻ എങ്ങനെയുണ്ട്? പക്ക വണ്ടി, ഓടിക്കാൻ എല്ലാം സെറ്റ്. വേറെ AC ഒക്കെ വർക്കിംഗ് ആണ്? എല്ലാം വർക്കിംഗ്. വേറെ കമ്പനി കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമുക്കൊരു 3.4 റേഞ്ചിൽ കൊടുക്കാം. 3.4 നെഗോഷ്യബിൾ ആണല്ലോ? ഫിനാൻസ് കയറില്ലല്ലോ? ഫിനാൻസ് ചെയ്യാം. നമുക്കൊരു 2 വർഷം വരെ ചെയ്യാം. നമുക്ക് അറൗണ്ട് ഒരു 2-3 ലക്ഷം ഫിനാൻസ് ചെയ്യാൻ പറ്റും. റോജൻ ബ്രോ, അടുത്ത സെലീരിയോ ന്യൂ ഷേപ്പ് അല്ലേ? ഇത് 2022 മോഡൽ, 8 മാസം വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. വെറും 14 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. VXC വേരിയന്റ് ആണ്. VXC വേരിയന്റ് അല്ലേ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. പക്ക സർവീസ്, കമ്പനി സർവീസ് ആണ്. എല്ലാ കമ്പനി സർവീസ്, പക്ക പ്രോപ്പർ സർവീസ് ആണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒരു റീപെയിന്റ് പോലും ചെയ്തിട്ടില്ല. ടയർ കണ്ടീഷൻ അതേമാനം അല്ലേ? അതെ. ഓക്കെ. ഇതിന്റെ കണ്ടീഷൻ, സീറ്ററൊക്കെ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ട് കൊണ്ടുപോയി. അതിനകത്ത് ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്. ഇൻബിൽറ്റ് അല്ല, അഡീഷണൽ സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് പൈനിയറിന്റെ. പിന്നെ 4x4 AC പോസ്റ്ററിംഗ് അല്ലേ? അതെ. എയർ ബാഗ്. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രൈസ് എങ്ങനെയാണ് വരുന്നത്? നമുക്കൊരു 495 റേഞ്ചിന് കൊടുക്കാം. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ഓക്കെ. ഫിനാൻസോ? നമുക്ക് 4 രൂപ ഫിനാൻസ് ചെയ്യാം. ബ്രോ, ഇതിന് മൈലേജ് എങ്ങനെ വരും? 23-25 രൂപ കിട്ടും. ഓക്കെ. പെട്രോൾ ആണ് കേട്ടോ. പലരും ചോദിക്കുന്നുണ്ട്. കാരണം ഭാരതിയിൽ സെല്ലുരി അത്യാവശ്യം നല്ല പെട്രോളിൽ നല്ല മൈലേജ് വണ്ടിയാണ്. സെലൂരിയാണ്. സെലൂരി ഇപ്പോഴും എല്ലാ മോഡലും മൈലേജ് ഉണ്ട്. ഓക്കെ. അപ്പോൾ അടുത്തത് നിസാൻ സണ്ണി. ഈ വാഹനം 2015-16 രജിസ്ട്രേഷൻ ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 32,000 കിലോമീറ്റർ. ഓക്കെ. ഓട്ടോമാറ്റിക് ആണോ മാനുവൽ ആണോ? ഓട്ടോമാറ്റിക്. ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ആണോ ഡീസൽ ആണോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണല്ലേ? നിസാൻ സണ്ണി ഓട്ടോമാറ്റിക് ആണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് ആണോ? കമ്പനി സർവീസ്, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. XV ആണല്ലേ? XV അലോയ്സ് വരുന്നുണ്ട്. ടയർ കണ്ടീഷൻ 60% ടയറൊക്കെ ഉണ്ട്. AC പോസിറ്റീവ്, 4x4 സ്റ്റിയറിംഗ് കൺട്രോൾ, ഡ്യൂൽ എയർ ബാഗ്, ക്ലൈമറ്റോണിക് AC, കമ്പനി മ്യൂസിക് സിസ്റ്റം, എയർ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഗിയർ നോവ് മറ്റേ ഫ്ലൈറ്റിന്റെ കോക്പിറ്റിന്റെ നോവ് പോലെ വരുന്നുണ്ടല്ലേ? ഏതാണ്ട് അതേമാതിരിയാണ്. എല്ലാം വരുന്നുണ്ട്. ഫോൾഡിംഗ്, അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്നുണ്ട്. എയർ ബാഗ്, ഡ്യൂൽ എയർ ബാഗ്, ABS അല്ലേ? അതെ. അത്യാവശ്യം. പക്ഷേ ഇതിന്റെ ലെഗ് സ്പേസ് ആണ് ഇതിന് ഫേമസ്. സണ്ണിയുടെ ലെഗ് സ്പേസ് ഫ്രണ്ടും ബാക്കിലും നല്ല ഫ്രീ ആയിട്ട് പോകും. ബാക്ക് ബൂട്ട് സ്പേസ്, നല്ല ബൂട്ട് സ്പേസ് ആണ്. എല്ലാം ഉണ്ട്. നല്ല സ്പേസ് ഉള്ള വണ്ടിയാണ്. സൂപ്പറാണ്. അപ്പോൾ എങ്ങനെ പ്രൈസ്? 4.5 നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആസ്കിംഗ് പ്രൈസ് അല്ലേ? ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണല്ലോ? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് നമുക്ക് 4 രൂപയ്ക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. റോജൻ ബ്രോ, അടുത്ത വണ്ടി ഈക്കോ. ഈ വാഹനം 2023-24 രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ്. വെറും 20,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് നല്ല ക്വാളിറ്റി ഉള്ള. ഇത് മറ്റേ ഈക്കോ സ്റ്റാർ അല്ലേ? ഈക്കോ സ്റ്റാർ 1.2 4 സിലിണ്ടർ വണ്ടി. ഓക്കെ. ഡ്യൂൽ എയർ ബാഗ് എല്ലാം വരുന്നത്. ഓക്കെ. വണ്ടി ടയർ കണ്ടീഷൻ ആ തേയ്മാനം മാത്രമേ ഉള്ളൂ. ബോഡി തേയ്മാനമേ ഉള്ളൂ. വണ്ടികൾ നല്ല നീറ്റ് ആയിരിക്കും കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്ത്യയുടെ കണ്ടീഷൻ വൃത്തിയായിരിക്കും. 5 സീറ്റ് AC ആണല്ലേ? 5 സീറ്റ് AC. ഓക്കെ. എയർ ബാഗ്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്.
സിംഗിൾ എയർ ബാഗാണ് ഡ്യൂൽ എയർ ബാഗ്? ഡ്യൂൽ വരുന്നുണ്ടല്ലേ? ഓക്കെ. വണ്ടി പക്ഷേ നല്ല കണ്ടീഷൻ ആയിരിക്കും, വൃത്തിയായിരിക്കുന്നുണ്ട്. അപ്പോൾ ഈക്കോ എങ്ങനെയാണ് പ്രൈസ്? 540 കൊടുക്കാം. 540 നെഗോഷ്യബിൾ ആയിരിക്കും. ഫിനാൻസോ? ഫിനാൻസ് നമുക്ക് മാക്സ് അടിച്ച് കൊടുക്കാം, ചെയ്യാൻ പറ്റും. ഈ വാഹനം 2007 മോഡല് ഓൾട്ടോ LXi ആണ്. AC പവർ സ്റ്റിയറിംഗ് വരുന്ന വണ്ടിയാണ്. LXi. ആ. ഓണർഷിപ്പ്? ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് കണ്ടാണെന്ന്. കിലോമീറ്റർ എത്രയായി? കിലോമീറ്റർ 70,000 കിലോമീറ്റർ. 70,000 കിലോമീറ്റർ. ടയർ എന്നാലും പുത്തൻ ടയറാണ്. പുതിയ ടയറാണ്. പുത്തൻ ടയർ കിടപ്പുണ്ട് നാലാണ്. പക്ഷേ വണ്ടി ബോഡിയൊക്കെ വൃത്തിയുണ്ട്, കുഴപ്പമില്ല. ഇന്ത്യയുടെ കണ്ടീഷനും സീറ്റുകാരൊക്കെ വൃത്തിയായിരിക്കും. നല്ലൊരു വണ്ടിയാണ്, വൃത്തിയുണ്ടല്ലേ? AC വർക്കിംഗ് ആണല്ലോ ബ്രോ? AC പവർ സ്റ്റിയറിംഗ്. ഓക്കെ. ബ്ലാക്ക് ഓൾട്ടോ. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ്? നമുക്ക് ഫൈനൽ 95 രൂപ. 95 രൂപ നെഗോഷ്യബിൾ ആയിരിക്കുമല്ലോ ചെറുതായിട്ട്? ഓക്കെ. റോജൻ ബ്രോ, നെക്സ്റ്റ് വാഗണാർ. ഈ വാഹനം 2012 സിംഗിൾ ഓണർഷിപ്പ് 40,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ് 40,000 LXi ആണ്. കിലോമീറ്റർ ആണോ? റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. കമ്പനി സർവീസ് ആണോ പുറത്താണോ? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി സർവീസ് ആണ്. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ ബ്രോ? ഏതാ? ബോഡിയൊക്കെ വൃത്തിയായിരിക്കും, ഒന്നുമില്ലല്ലോ. LXi വരുന്നുണ്ട് അല്ലേ? LXi വരുന്നുണ്ട്. കൂടുതൽ പോറുണ്ട്. AC പവർ സ്റ്റിയറിംഗ് ആണ്, സീറ്റ് കവറുണ്ട്. സുസുക്കിയുടെ ഒറിജിനൽ സീറ്റ്, മാരുതി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അതെ. ഓക്കെ. അപ്പോൾ എങ്ങനെ ഇതിന്റെ പ്രൈസ് വരുന്നത്? ഇത് നമ്മൾ 240 പ്രതീക്ഷിക്കുന്നത്. ജസ്റ്റ് നെഗോഷ്യബിൾ. പാർക്കേഴ്സിൽ വാഹനങ്ങളാണ്. 240 ചോദിക്കും, നമുക്ക് അനുസരിച്ച് കൊടുക്കാം. അത് പാർക്കേഴ്സ് പാർട്ടി ചോദിക്കുന്ന. ഓക്കെ, ശരി. വണ്ടികളെ സ്റ്റോക്ക് കാണിച്ചിട്ടുണ്ട്. ഒരുപാട് വണ്ടികൾ കുറച്ച് കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം വണ്ടികളാക്കിയിട്ടുണ്ട്. കാരണം ലെങ്ത് കൂടണമെന്ന് വെച്ച് കാണിക്കാതെ ഒരുപാട് വണ്ടികൾ കളക്ഷൻ കിടപ്പുണ്ട്. ഒരുപാട് സ്കോഡ കിടപ്പുണ്ട്. അതുപോയിട്ട് നിങ്ങൾക്ക് കാർബൺ ക്രൂയിസർ കിടപ്പുണ്ട്. വാഗണാറിൻ്റെ കുറേ വണ്ടികൾ വാഗണാർ കിടപ്പുണ്ട്. ഓടി കിടപ്പുണ്ട്. ഓടി A4 കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വണ്ടികൾ കളക്ഷൻ കിടപ്പുണ്ട്. ടിയാഗോ, അങ്ങനെ ഒരുപാട് വണ്ടികൾ കിടപ്പുണ്ട്. നമ്മൾ 1-2 വണ്ടികൾ കുറച്ച് കാണിച്ചില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ഇവിടെ ഇഷ്ടപ്പെടുന്നതിന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.